ഗൈസ് ഞങ്ങൾ പുതിയ വ്ളോഗ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു ഫെമി സ്റ്റോറീസ് ആൻഡ് മൈ ഫേവറേറ്റ്സ് ആർ ബാക്ക്. അതെങ്ങനെ എവിടെ കൊണ്ട് വെട്ടടിക്കുന്നുണ്ട്, നല്ല ദിവ്യ വെളിച്ചമുണ്ട് പുറകിൽ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയതാണ്. ഞാൻ അച്ഛൻ ഇടിച്ചതാന്ന്. ഞങ്ങൾ പുള്ളി പോവാണ്. പുള്ളി അപ്പം കാണാം, കയറ്റിയെങ്കിൽ കാണാം, കയറ്റില്ലെങ്കിൽ ഇതേ വേഷത്തിൽ തന്നെ തിരിച്ചു പോകുന്നു. സാധനങ്ങൾ വെച്ചു ഉള്ള സിറ്റുവേഷൻ. ഞങ്ങൾ ഫുൾ നനഞ്ഞു. ഞങ്ങള് പൂളിന്റെ അവിടെ അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല, എല്ലാവരും സ്വിമ്മിങ് സൂട്ടിലും കാര്യങ്ങളൊക്കെ ആണല്ലോ, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ ഒരാൾ പൊതച്ച നിൽക്കുന്ന ഞാൻ കാണിച്ചു തരാം. പൊതച്ച് നിൽക്കുന്ന നീറ്റ, പൊതച്ച് നിൽക്കുന്ന നീറ്റ. ഞങ്ങളെ കുറച്ച് ചെറുക്കന്മാർ വന്ന് അത് ഫ്ലോട്ട് ചെയ്യുകയായിരുന്നു ഞങ്ങളോട്. അല്ല, വന്നവർക്ക് കയ്യും കാലും കൊടുക്കാതിരിക്കുന്ന രണ്ടെണ്ണം കണ്ടോ. ഞാൻ നോക്കിയപ്പോ, ഞാൻ മാറിയിരിക്കുമ്പോ ഞാൻ നോക്കിയപ്പോ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണ്, അത് കാണിച്ചു കൊടുക്കണം, ഇത് കാണിച്ചു കൊടുക്കണം. സൂപ്പർ. അല്ലാണ്ട് സൺകിസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ആണെങ്കിൽ ഞങ്ങൾ സബ്വേ പോയി ഫുഡ് മേടിച്ചിട്ട് വീട്ടിൽ പോവും. ഞങ്ങൾ ലാൻഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്, 1.5 മണിക്കൂറിനുള്ളിൽ ലാൻഡ് വരും. ഇവിടുന്ന് ഒരു 10 മിനിറ്റില്ല നടക്കാൻ, 7 മിനിറ്റേ ഉള്ളൂ സബ്വേ. എങ്ങനെയുണ്ടായിരുന്നു? പക്ഷെ എനിക്ക് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അവന്മാർ വന്നില്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. അവന്മാർ വന്നിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എത്ര ക്വസ്റ്റ്യൻ എന്നിട്ട് ചോദിച്ചു, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനം ഇമെയിൽ അഡ്രസ് വരെ ചോദിച്ചു. അനീറ്റ പറഞ്ഞു ഫോണേ ഇല്ല എന്ന് പറഞ്ഞു. അനീറ്റ പറഞ്ഞു ഫോണില്ല, ഞങ്ങൾ ഫോൺ യൂസ് ചെയ്യാറില്ല, ഫോൺ ഫർബോട്ടനാന്നൊക്കെ. പക്ഷെ ആക്ച്വലി നല്ലതായിരുന്നു. അതെ. പക്ഷെ എനിക്ക് ആക്ച്വലി അവന്മാര് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ലൈക്ക് ഭയങ്കര എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എല്ലാം ഇപ്പത്തെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അവന്മാര് സംസാരിച്ച് ഹോട്ട് വെച്ചു. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ആക്ച്വലി നല്ലായിരുന്നു. പൂള് സൂപ്പറായിരുന്നു. വലിയ ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിൽക്കാനും ഒക്കെ നമുക്കൊരു സേഫ്നെസ് ഫീൽ ചെയ്യും. വലിയ ആൾക്കാരില്ല, ആവശ്യത്തിനുള്ള ആൾക്കാരും അങ്ങനെയുണ്ട്. ആക്ച്വലി നൈസ്. പൂൾ ഡേ വെന്റ് നൈസ്. ഇന്ന് ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻസ് ഫുൾ തെറ്റിയതാണ്. ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയിരുന്നത്, ബട്ട് ആ പ്ലാൻസ് എല്ലാം തെറ്റി. അപ്പോഴാണ് പിന്നെ ലാസ്റ്റ് വന്നാൽ പിന്നെ പോയി പോവാം എന്ന് വിചാരിച്ചു. അന്നത്തെ കാര്യം നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പം തന്നെ ചൂടെടുക്കാൻ തുടങ്ങി. എനിക്കിങ്ങനെ നമ്മൾ കാറ്റ്, നല്ല ചൂട് കാറ്റ്. പൂളിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. പൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നൈറ്റായിട്ട് ചുണ്ടെല്ലാം കൂടെ മുട്ടി ഇതാകാൻ തുടങ്ങിയായിരുന്നു. അതാണ് ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു, ചുണ്ടെല്ലാം കൂടെ മുട്ടി ഭയങ്കര ഇതായിരുന്നു. പക്ഷെ നൈസായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫുഡ് കഴിക്കണം, വീട്ടിൽ പോകണം. അബിയ നടക്കുന്ന ആട്ടോ. അബിയ വയ്യാറ് ഹറി. ഫുഡ് മേടിച്ചോണ്ടാണേലും വീട്ടിൽ പോകാലോ, വീട്ടിൽ പോയാണേലും കഴിക്കാലോ. പക്ഷെ നല്ല രസമുണ്ട് സൺസെറ്റ് കാണാൻ നല്ല രസമുണ്ട്. ഇത് നോക്ക് ഗൈസ്, ഞങ്ങൾ സബ്വേ എത്തി. ബട്ട് അടച്ചോ ഇല്ലയോ എന്ന് ചെറിയ ഡൗട്ട്. നോക്കാം.
അബിക്ക് പോരെന്ന്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് BBQ സോസ, പാപ്രിക്ക, ഗോർക്ക, ടൊമാറ്റോ ആൻഡ് ഫോൾക്കോൺ ബ്രോഡ് വിത്ത് ചിക്കൻ തെരിയാക്കി. അഞ്ചിട്ട് ഫുൾ പൊട്ടസാധനം എല്ലാം എൻ്റെ സാധനം എന്നിട്ട് ഞാൻ ഇത് വീട്ടിൽ ചെന്നിട്ട് കഴിക്കുള്ളൂ. കാരണം ഞാൻ വീട്ടിൽ ചെന്നിട്ട് വലിയ ഗോർക്ക വീട്ടിലിരിപ്പുണ്ട്. അതൊന്നും കൂടെ ആഡ് ചെയ്തിട്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിക്കുള്ളൂ. കാരണം ഇപ്പൊ ലാണ്ട് വരും. ഇപ്പൊ ഞാൻ കഴിച്ചൊന്നും ശരിയാകത്തില്ല. തുറന്നു കഴിക്കും. ഞങ്ങളെല്ലാം സബ്വേയുടെ ഫാൻസാണ്. സബ്സിന്റെ ഫാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ദാഹിച്ചു പോയി. നല്ലതാണോ? Then we are waiting for രണ്ടു പേരത്തെ വീട്ടിൽ പോകണം. ഫെമിയുടെ ക്യൂട്ട്നെസ് മറ്റേ വ്ളോഗില് നാട്ടിൽ പോയിട്ട് വന്ന പിന്നെ കറക്റ്റ് പോയി. ഞാൻ ഇവിടുത്തെ പോയി കറക്റ്റ് ഞാൻ ഇച്ചിരി ഒന്ന് വിന്ററിൽ വെളുപ്പിച്ചോണ്ട് വന്നതായിരുന്നു. വിശക്കുന്നു. അനിജ മറ്റേ അണ്ണാങ്കുഞ്ഞിനെ പോലെ ഇവിടെ എല്ലാം ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വയ്ക്കുന്നു. അവള് തിന്നുന്ന കാണുമ്പോ എനിക്ക് തിന്നാൻ തോന്നുന്നു. അതിനൊരു ബൈറ്റ് എടുത്തോ. വേണ്ട കഴിച്ചു. അത് ചോദിക്കും. അയ്യോ, എത്ര മണിക്കൂർ ഉണ്ട് രണ്ടുപേരെ നോക്കട്ടെ.